വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വെറ്റിനറി സയൻസിൻ്റെ പാർട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ടോപ്പിക്ക് ആൻറ്റി മോർട്ടം എക്സാമിനേഷൻ ആൻഡ് പോസ്റ്റ് മോർട്ടം എക്സാമിനേഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഫോർ ദ പീരീഡ് ബിഫോർ ഡെത്ത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പോസ്റ്റ് മോർട്ടം, ഓപ്ഷൻ ബി ആൻറ്റി മോർട്ടം, ഓപ്ഷൻ സി പെരി മോർട്ടം, ഓപ്ഷൻ ഡി മോർട്ടം. അപ്പം നമുക്ക് ഈ ടേമുകൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കാം. മോർട്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെത്ത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ പെരി മോർട്ടം എന്ന് പറയുമ്പോൾ അറ്റ് ഓർ നിയർ ദ ടൈം ഓഫ് ഡെത്ത്. ആൻറ്റി മോർട്ടം എന്ന് പറയുമ്പോൾ ബിഫോർ ഡെത്ത് ആണ്. പോസ്റ്റ് മോർട്ടം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഡെത്ത് ആണ്. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആൻറ്റി മോർട്ടം ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, which of the following is an example of an antemortem injury? Option A liver mortis, option B rigor mortis, option C gunshot wound, option D postmortem artifact. അപ്പോൾ നമുക്ക് ആൻറ്റിമോർട്ടം ഇഞ്ചുറി എന്താണെന്ന് നോക്കാം. അപ്പോൾ ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ദോസ് ഇഞ്ചുറീസ് എ ബോഡി ഹാസ് റിസീവ്ഡ് ബിഫോർ ഡെത്ത്. ഡെത്തിന് മുമ്പായിട്ട് ബോഡിയിൽ ഉണ്ടാവുന്ന ഇഞ്ചുറീസാണ് ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സച്ച് ആസ് എന്തൊക്കെ ആയിരിക്കാം? ബ്ലീഡിങ് ഫ്രം സറൗണ്ടിങ് ടിഷ്യൂസ്, ഹെമറ്റോമ ഫോമേഷൻ ആൻഡ് കാലസ് ഫോമേഷൻ. ഇനി ലിവർ മോർട്ടിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റിലിംഗ് ഓഫ് ദ ബ്ലഡ് ഇൻ ദ ലോവർ ഓർ ഡിപ്പെൻഡൻറ്റ് പോർഷൻ ഓഫ് ദ ബോഡി പോസ്റ്റ് മോർട്ടം കോസിങ് എ പർപ്പിളിഷ് റെഡ് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ. അതായത് ഈ ഒരു ബ്ലഡിൻ്റെ സെറ്റിലിങ്ങും അതൊരു പർപ്പിളിഷ് റെഡ് ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ലിവർ മോർട്ടിസിൽ വരുന്നത്. അപ്പോൾ റിഗർ മോർട്ടിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റിഗർ മോർട്ടിക്സ് അല്ലെങ്കിൽ ഡെത്ത് സ്റ്റിഫനിങ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. അത് നടക്കുന്നത് എനിമൽസ് ഇൻക്ലൂഡിങ് ഫിഷസിലൊക്കെ ഇത് ഉണ്ടാവുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് എ സീരീസ് ഓഫ് കോംപ്ലക്സ് റിയാക്ഷൻ ദാറ്റ് ഗോ ഓൺ ദ ഫ്ലഷ് ടിഷ്യൂ ആഫ്റ്റർ ഡെത്ത്. ഡെത്തിന് ശേഷം ആ ഒരു ഫ്ലഷ് ടിഷ്യൂസിൽ ഉണ്ടാവുന്ന ഒരു സീരീസ് ഓഫ് കോംപ്ലക്സ് റിയാക്ഷനാണ് ഈ റിഗർ മോർട്ടിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റിഫനിങ് ആണ് അവിടെ നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം ആർട്ടിഫാക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ ഈ ഒരു ബോഡിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആഫ്റ്റർ ഡെത്ത് അത് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ്, അതിൻ്റെ മരണത്തിൻ്റെ കാരണം, അതായത് നാച്ചുർ ആൻഡ് കോസേഷൻ, അതിനെയൊക്കെ കുറിച്ചിട്ടൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കുന്നതും, അതുപോലെ തന്നെ ഈ ഒരു ആൻറ്റിമോർട്ടം ഫൈൻഡിങ്ങിലൊക്കെ എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു മിസ് ഇൻറ്റർപ്രിട്ടേഷനൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഗൺഷൂട്ട് വൂണ്ടാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ടേം ഫോർ ദ പീരീഡ് ആഫ്റ്റർ ഡെത്ത്? ഓപ്ഷൻ എ ആൻറ്റിമോർട്ടം, ഓപ്ഷൻ ബി പോസ്റ്റ് മോർട്ടം, ഓപ്ഷൻ സി പെരി മോർട്ടം, ഓപ്ഷൻ ഡി മോർട്ടം. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പോസ്റ്റ് മോർട്ടമാണ്. ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുമ്പോൾ പോസ്റ്റ് മോർട്ടമാണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോസ്റ്റ് മോർട്ടം ചേഞ്ച്? പോസ്റ്റ് മോർട്ടം ചേഞ്ചിനുള്ള എക്സാമ്പിൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ലിവർ മോർട്ടിസ്, ഓപ്ഷൻ ബി റിഗർ മോർട്ടിസ്, ഓപ്ഷൻ സി ആൽഗർ മോർട്ടിസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ. അപ്പോൾ നമ്മളിതിൽ ലിവർ മോർട്ടിസ് എന്താണെന്നും റിഗർ മോർട്ടിസ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാത്തത് ആൽഗർ മോർട്ടിസ് ആണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ആൽഗർ മോർട്ടിക്സ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ലാറ്റിൻ ആസ് കോൾഡ് ഡെത്ത് എന്നാണ് അതിനൊരു മീനിങ് വരുന്നത്. അതെന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോസ്റ്റ് മോർട്ടം ടെമ്പറേച്ചർ ചേഞ്ച് ആഫ്റ്റർ സമ്മൺ ഹാസ് ഡൈഡ്. ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പോസ്റ്റ് മോർട്ടം ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കോൾഡ് ഡെത്ത് എന്നാണ് അതിനൊരു മീനിങ് വരുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് പോസ്റ്റ് മോർട്ടം ചേഞ്ചിൽ വരുന്ന എക്സാമ്പിൾ ആണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഫോർ ദ പീരീഡ് അറൗണ്ട് ദ ടൈം ഓഫ് ഡെത്ത്? ഓപ്ഷൻ എ ആൻറ്റിമോർട്ടം, ഓപ്ഷൻ ബി പോസ്റ്റ് മോർട്ടം, ഓപ്ഷൻ സി പെരി മോർട്ടം, ഓപ്ഷൻ ഡി മോർട്ടം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി
perimortem. Sixth question, which of the following is an example of a perimortem injury? Options A, liver mortis. Option B, rigor mortis. Option C, blunt force trauma. ഓപ്ഷൻ ഡി പോസ്റ്റ്മോർട്ടം ആർട്ടിഫാക്റ്റ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബ്ലണ്ട് ഫോഴ്സ് ട്രോമയാണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്, പെരിമോർട്ടം ഇഞ്ചുറിയിലേക്ക് ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോസസ് by which blood settles in the lower extremities after death? Option A, liver mortis. Option B, rigor mortis. Option C, alger mortis. Option D, putrefaction. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ലിവർ മോർട്ടിസിലാണ് ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നത്, ലോവർ എക്സ്ട്രിമിറ്റീസിലൊക്കെ അത് സെറ്റിൽ ചെയ്യുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ലിവർ മോർട്ടിസ്. Then eighth question, what is the process by which the body becomes stiff after death? Options നോക്കാം. ഓപ്ഷൻ എ, ലിവർ മോർട്ടിസ്. ഓപ്ഷൻ ബി, റിഗർ മോർട്ടിസ്. ഓപ്ഷൻ സി, ആൽഗർ മോർട്ടിസ്. ഓപ്ഷൻ ഡി, പുട്രിഫാഷൻ. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, റിഗർ മോർട്ടിസ് ആണ്. അപ്പോൾ റിഗർ മോർട്ടിസിൻ്റെ മീനിങ് തന്നെ സ്റ്റിഫ്നെസ് ആണ്, ബോഡി സ്റ്റിഫ്നെസ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദെൻ നയൻത്ത് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ആൻറ്റിമോർട്ടം വൂണ്ട്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ, ആബ്സെൻസ് ഓഫ് ബ്ലീഡിംഗ്. ഓപ്ഷൻ ബി, പ്രസൻസ് ഓഫ് വൈറ്റൽ റിയാക്ഷൻ. ഓപ്ഷൻ സി, ക്ലീൻ എഡ്ജസ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രസൻസ് ഓഫ് വൈറ്റൽ റിയാക്ഷൻ. Then 10th question, what is the term for the study of the changes that occurs in the body before death? Options നോക്കാം. ഓപ്ഷൻ എ, thanatology. ഓപ്ഷൻ ബി, പാത്തോളജി. ഓപ്ഷൻ സി, ഫോറൻസിക് മെഡിസിൻ. ഓപ്ഷൻ ഡി, ആൻറ്റിമോർട്ടം അനാലിസിസ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആൻറ്റിമോർട്ടം അനാലിസിസ്. Then 11th question, what is the term for the process of decomposition after death? Options നോക്കാം. ഓപ്ഷൻ എ, putrefaction. ഓപ്ഷൻ ബി, autolysis. ഓപ്ഷൻ സി, decomposition. ഓപ്ഷൻ ഡി, all of the above. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, all of the above. 12th question, what is the process by which the body temperature cools after death? Options നോക്കാം. ഓപ്ഷൻ എ, ആൽഗർ മോർട്ടിസ്. ഓപ്ഷൻ ബി, റിഗർ മോർട്ടിസ്. ഓപ്ഷൻ സി, ലിവർ മോർട്ടിസ്. ഓപ്ഷൻ ഡി, പുട്രിഫാഷൻ. അപ്പോൾ ആൻസർ വരുന്നത് ആൽഗർ മോർട്ടിസ് ആണ്. ഓപ്ഷൻ എ, ആൽഗർ മോർട്ടിസ് ആണ് ആൻസർ വരുന്നത്. കോൾഡ് ഡെത്ത് എന്നാണ് അത് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ മരണത്തിന് ശേഷം അത് കൂളാവുകയാണ് ചെയ്യുന്നത്. 13th question, which of the following is an characteristic of rigor mortis? Option A, softening of muscles. Option B, stiffening of muscles. Option C, relaxation of muscles. Option D, none of the above. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സ്റ്റിഫനിങ് ഓഫ് മസിൽസ്. 14th question, what is the branch of medicine that deals with the application of medical knowledge to legal issues? Options നോക്കാം. ഓപ്ഷൻ എ, ഫോറൻസിക് മെഡിസിൻ. ഓപ്ഷൻ ബി, പാത്തോളജി. ഓപ്ഷൻ സി, ടോക്സിക്കോളജി. ഓപ്ഷൻ ഡി, എപ്പിഡമോളജി. അപ്പോൾ നമുക്ക് ആൻസർ എന്താ നോക്കാം. ആൻസർ വരുന്നത് ഫോറൻസിക് മെഡിസിൻ ആണ്. അപ്പോൾ ഫോറൻസിക് മെഡിസിൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് മെഡിക്കൽ നോളേജ് ടു ലീഗൽ ഇഷ്യൂസ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത്. ദെൻ 15th question, which of the following is a type of forensic analysis? ഓപ്ഷൻസ്, ഓപ്ഷൻ എ, DNA analysis. ഓപ്ഷൻ ബി, fingerprint analysis. ഓപ്ഷൻ സി,
toxicology analysis. Option D, all of the above. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, all of the above. 16th question. What is the primary purpose of an antemortem examination? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, to determine the cause of death. Option B, to identify any pre-existing medical conditions. Option C, to gather evidence for forensic analysis. Option D, to provide medical treatment. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടു ഐഡൻറ്റിഫൈ എനി പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻ. അതിനു വേണ്ടിയിട്ടാണ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ ചെയ്യുന്നത്. 17th question. Which of the following is typically included in an antemortem examination? Options നോക്കാം. ഓപ്ഷൻ എ, മെഡിക്കൽ ഹിസ്റ്ററി. ഓപ്ഷൻ ബി, ഫിസിക്കൽ എക്സാമിനേഷൻ. ഓപ്ഷൻ സി, ലബോറട്ടറി ടെസ്റ്റ്. ഓപ്ഷൻ ഡി, all of the above. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, all of the above. 18th question. What is the primary purpose of a post-mortem examination? Option A, to determine the cause of death. Option B, to identify any pre-existing medical conditions. Option C, to gather evidence for forensic analysis. Option D, to provide medical treatment. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ടു ഡിറ്റർമിൻ ദ കോസ് ഓഫ് ഡെത്ത്. അതിനു വേണ്ടിയിട്ടാണ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടത്തുന്നത്. 19th question. What is the main difference between an antemortem examination and a postmortem examination? Options. Option A, purpose of examination. Option B, procedures involved. Option C, timing of examination. Option D, all of the above. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, all of the above. 20th question. Which of the following is true about antemortem and postmortem examination? Option A, antemortem examination is performed after death. Option B, postmortem examination is performed before death. Option C, antemortem examination is performed before death. Option D, postmortem examination is performed after death. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, antemortem examination is performed before death, and option D, postmortem examination is performed after death.